ഹലോ, ഇന്ന് നമുക്ക് O3+ ബബിൾഗം മാനിക്യൂർ പെഡിക്യൂർ കിറ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. പെഡിലോജിക്സിന്റെ ആണ്. നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. റഫ് ആൻഡ് ടാനഡ് ഫീറ്റ് ഉള്ളവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണുന്നത്. നമുക്ക് ഒരു യൂസർ മാനുവൽ ഉണ്ട്. പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യേണ്ട ഓരോന്നിന്റെയും മാനുവൽ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഈ മാനുവലിൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഇതിൽ വരുന്നത് ക്രിസ്റ്റൽ വാഷ്, പെഡി വാഷ്, മൈക്രോ പീല്, ബബിൾഗം ജെല്ല്, പെഡി മസാജ്, പെഡി മാസ്ക്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നമുക്കത് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നമുക്കൊന്ന് നോക്കി നോക്കാം കേട്ടോ. നമുക്കൊരു ടബിൽ കുറച്ച് വാട്ടർ നമുക്കെടുക്കാം. വാട്ടർ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ ലെഗും ഹാൻഡും ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഓർണമെന്റ്സ് എല്ലാം നമുക്ക് മാറ്റാം. നെയിൽ പോളിഷ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നെയിൽ പോളിഷ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് ആകെ നമ്മുടെ നെയിലൊക്കെ ആകെ കെട്ടിയിരിക്കുക കേട്ടോ. കണ്ടാകും ആകെ ഒരു മഞ്ഞ കളറിലൊക്കെയാണ് നമ്മുടെ നഖങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടാവുക. ആകെ കെട്ട് എന്താ പറയുക, ഒരു വൃത്തികെട്ട രീതിയിലാണ് എൻ്റെ നെയിലൊക്കെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ആകെ ഒരു ബ്ലാക്ക് ഷെയ്ഡും യെല്ലോ ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നെയിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട്. നെയിൽ കട്ടർ ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതൊക്കെ റിമൂവ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് നെയിൽ കട്ടറിൽ തന്നെയുള്ള ഇതുകൊണ്ട് തന്നെ ഞാനൊന്ന് അതൊന്ന് ഡെഡ് സ്കിന്നുകളൊന്ന് റിമൂവ് ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. അതേ കണ്ടോ, ഡെഡ് സ്കിന്നുകളുണ്ട് കുറച്ച്. അതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് ചുരണ്ടി കൊടുക്കാം. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നഖത്തിന്റെ സൈഡൊക്കെ ആകെ കറുത്ത് ബ്ലാക്ക് ആയിട്ടിരിക്കണോ. നമ്മുടെ ഡെഡ് സ്കിന്നുകളൊക്കെ ഇഷ്ടം പോലെയുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ നമുക്കിത് മാറ്റാം. ഇതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് അവസാനം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. ഇതിന് ഈ പാക്കിന്ന് തന്നെ നെയിൽ ഇതെല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് പെടി മസാജ് ചെയ്യുന്ന കുറച്ചെടുത്തിട്ട് നമ്മുടെ നെയിലിൽ സർക്കുലർ മോഷനിൽ ഒന്ന് മസാജ് ചെയ്ത് ഞാൻ കൊടുക്കുകയാണ്. മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യാണ്. O3+ പെഡിലോജിക്കിന്റെ ക്രിസ്റ്റൽ വാഷ് ആണ്. ഇതിലെ ഇൻഗ്രീഡിയൻസ് ആരോമ ഓയിൽ ആൻഡ് ക്രിസ്റ്റൽ സാൾട്ട് ആണ്. ഇതൊരു വാം വാട്ടർ എടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ക്രിസ്റ്റൽ ഇതിലിട്ട് നമ്മളൊരു 4-5 മിനിറ്റ് നമ്മൾ സോക്ക് ചെയ്ത് വെക്കുക. നമ്മുടെ കൈയും കാലും നന്നായി സോക്ക് ചെയ്തിട്ട് ഒരു 4-5 മിനിറ്റ് വെക്കുക കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആവാനായിട്ട് നല്ല ഇത് യൂസ്ഫുൾ ആണ്. അപ്പം നമ്മളൊരു 5 മിനിറ്റോളം നമ്മളിതിങ്ങനെ സോക്ക് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് O3 പെഡിലോജിക്കിന്റെ പെഡി വാഷ് ആണ്. ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് യൂറിയ, BHA, എൽഡർ ഫ്ലവർ എക്സ്ട്രാക്ട്സ് ആണ് ഇതിൽ വരുന്നത്. നന്നായിട്ട് നമ്മൾ അതിനെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റ് ആവുന്ന രീതിയിൽ നന്നായിട്ട് കൈയും കാലും ഒക്കെ നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം നമ്മളിതിനെ വാഷ് ചെയ്ത് കൊടുക്കുക. ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ സ്കിന്നിൽ വരുന്ന ഓരോ മാറ്റങ്ങൾ. നല്ല യൂസ്ഫുൾ ആണ്. നല്ല സ്കിൻ ഗ്ലോയിങ് ആയി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നന്നായിട്ട് നമ്മുടെ കൈയും കാലും നന്നായിട്ട് ഡ്രൈ ചെയ്ത് എടുക്കാം. ഇനി തേർഡ് സ്റ്റെപ്പ് O3+ പെഡിലോജിക്കിന്റെ മൈക്രോ പീലാണ് കേട്ടോ. ഇതിലടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് യൂറിയ, BHA, മെക്കഡാമിയ. ഇതെല്ലാം നമ്മുടെ സ്കിന്നിനെ വളരെയധികം സോഫ്റ്റ് ആക്കാൻ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ നന്നായിട്ട് നമ്മുടെ ഡെഡ് സ്കിന്ന് കളയാനും റിമൂവ് ചെയ്യാനും ഒക്കെ യൂസ്ഫുൾ ആണ്. ഇത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക, സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സ്ക്രബ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബ്രഷോ സ്ക്രാപ്പറോ യൂസ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നിന്ന് നമുക്ക് ഇതിങ്ങനെ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ഡെഡ് സ്കിന്നും ടാൻ സ്കിന്നും ഒക്കെ നമ്മൾ പോവാനായിട്ടുള്ളത് നല്ല യൂസ്ഫുൾ ആണ്. എൻ്റെ കയ്യിൽ വേറെ എക്യുപ്മെന്റ്സ് ഒന്നുമില്ല. നമ്മുടെ സാധാരണ ടൂത്ത് ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ സ്ക്രബ് ചെയ്ത് കൊടുത്തത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബബിൾഗം ജെല്ലാണ്. പൗഡർ ജെല്ല് ആക്റ്റീവ്സ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഇത് ഞാനൊരു ഹോട്ട് വാട്ടറിൽ ഒരു 300 ml വെള്ളം എടുത്തിട്ടുണ്ട്. അതിലാണ് ഈ ജെല്ല് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് ഈ ജെല്ലിട്ടിട്ട് നമ്മുടെ കൈകാലുകൾ നന്നായിട്ട്
മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അത് മസാജ് ചെയ്യുമ്പോൾ നല്ല സുഖമാട്ടോ, നല്ല രസമുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റെപ്പായിരുന്നു ഈ സ്റ്റെപ്പ് കേട്ടോ. എനിക്കിത് കാണുമ്പോഴും നല്ല ഭംഗി തോന്നിയിരുന്നു കേട്ടോ. കാലുമിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല സ്പോഞ്ച് പോലെ കേട്ടോ, നല്ല പഞ്ഞി പോലെ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നല്ല ഗ്ലോയിങ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ കാലും ഒക്കെ നല്ല എന്താ പറയുക, ചുവന്ന തുടുത്ത പോലെയായിരുന്നു. കാലൊക്കെ ഇങ്ങനെ നല്ല റോസ് കളറിലൊക്കെ വന്നു തുടങ്ങി കേട്ടോ. ഓരോ സ്റ്റെപ്പ് ചെയ്യുന്തോറും അതിന്റെ ഭംഗി വന്നുകൊണ്ടിരിക്കുകയാണ് കയ്യിനും കാലിനും കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഇത് നമുക്ക് കൈയും കാലൊക്കെ ഒന്ന് അതിൻ്റെ ഉള്ളിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കാം. അത് 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് എടുക്കാം. നെക്സ്റ്റ് 5th സ്റ്റെപ്പ് O3+ പെഡിലോജിക്കിന്റെ പെഡി മസാജ് ആണ്. ഇൻഗ്രീഡിയൻസ് അലോവേര എക്സ്ട്രാക്ട് ലാക്ടേറ്റ് ആണ്. ഫസ്റ്റ് നമുക്ക് നെയിലിൽ ഇട്ട് കൊടുത്ത് സർക്കുലർ മോഷനിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമുക്ക് ഇനി ടൂൾസുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ക്യൂട്ടിക്കൽ ട്രിമ്മറോ ക്യൂട്ടിക്കൽ പുഷറോ അങ്ങനെ ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ നെയിൽ കട്ടറിൻ്റെ വെച്ചിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത്. വേറെ എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ല. ഞാൻ അതിലെ ഡെഡ് സ്കിൻസും ഒക്കെ ഒന്ന് ഞാൻ കളയുന്നത് ഈ നെയിൽ കട്ടർ ഉപയോഗിച്ചിട്ട് തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ടൂൾസ് ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ഇതുപോലെ ചെയ്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. കൈയും കാലും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു 10-12 മിനിറ്റ് നമ്മൾ മസാജ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇത് വാഷ് ചെയ്തെടുത്ത് സ്കിന്നിനെ ഡ്രൈ ആക്കി എടുക്കാം. ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ 6th സ്റ്റെപ്പ് പെഡി മാസ്ക് ആണ്. ഒലിവ് ഓയിൽ, യൂറിയ, ലാക്റ്റിക് ആസിഡ് ആണ് ഇതിൽ വന്നിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്. ഈ മാസ്ക് നമ്മുടെ കൈകാലുകളിൽ ഇട്ടിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു വെറ്റ് ടവൽ കൊണ്ട് നന്നായിട്ട് അത് റിമൂവ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ അത് വാഷ് ചെയ്ത് നിങ്ങൾക്ക് കളയാവുന്നതാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് എൻ്റെ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓരോ സ്റ്റെപ്പിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഓരോ സ്കിന്നിന് വന്ന മാറ്റങ്ങളും ഒക്കെ, ആ ഗ്ലോയിങ്ങും ഒക്കെ വന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ടൂൾസ് ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ ആരും വിഷമിക്കേണ്ട. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ടൂൾസ് വെച്ചിട്ട് നമുക്ക് ഓരോ സ്റ്റെപ്പുകളും നമ്മൾ ചെയ്താൽ മതി. ഇപ്പൊ സ്റ്റോൺ ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള എന്താ പറയാ കരിങ്കല്ല് പോലെയുള്ള കരിങ്കല്ല് അതൊക്കെ ആണെങ്കിൽ നല്ലതാണ്. നമ്മുടെ കാലിൽ നന്നായി മസാജ് ചെയ്ത് കൊടുത്താൽ സ്ക്രബ് ചെയ്യാനൊക്കെ പറ്റിയത് നല്ലതാണ് കരിങ്കല്ല്. അങ്ങനെയോ അല്ല. അപ്പൊ നിങ്ങൾ ടൂൾസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിലുള്ള ടൂൾസ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതേ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു കേട്ടോ. കാലിന്റെ അടിയൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നു കേട്ടോ. കാലൊന്നും നിലത്ത് വെക്കാനേ തോന്നില്ല, അത്രയും സോഫ്റ്റ് ആയിട്ടുണ്ട്. കൈയും കാലും നല്ല ഇങ്ങനെ റെഡ് ഇങ്ങനെ എന്താ പറയുക പഞ്ഞി പോലെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ വീഡിയോയിൽ. ആ സ്മൂത്ത്നെസ് നിങ്ങൾക്ക് പറയാനേ പറ്റുന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ അതിന്റെ ഫീല് നിങ്ങൾക്ക് മനസ്സിലാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് റോസ് കളറിൽ കാണാൻ പറ്റുന്നുണ്ടാവും. അതുപോലെ തന്നെ നെയിലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. നെയിലും അതുപോലെ തന്നെ എന്താ പറയാ നല്ല തൂവെള്ള പോലെ ഇരിക്കുന്നു കേട്ടോ നെയിലൊക്കെ. അതായത് ആ മുന്നേ നമ്മൾ കണ്ടിരുന്ന കെട്ട കളറൊക്കെ ഉണ്ടല്ലോ, കെട്ട കളറ്, ആ ഒരു ബ്ലാക്ക് ഡെഡ് സ്കിന്നൊക്കെ പോയിട്ട് നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഞാൻ ഡ്രൈ ചെയ്ത് ഇത് ഫുള്ളും ഞാൻ ഇത് ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് എൻ്റെ കാലിൻ്റെ എങ്ങനെയായിരിക്കുന്നു എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, പഴയ കാലാണോ ഇത് പുതിയ കാലിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതേ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു കേട്ടോ. ഒരു എന്താ പറയാ നല്ല പിങ്ക് കളറിൽ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു. നല്ല രസത്തിൽ നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കുന്നു. സ്കിന്നൊക്കെ നല്ല ഗ്ലോയിങ് കണ്ടോ. നെയിലൊക്കെ കണ്ടോ, അയ്യോ കൊച്ചുണ്ണികളുടെ നെയിൽ പോലെ നല്ല രസത്തിലിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എന്നിട്ട് ഒരു മോയ്സ്ചറൈസർ ക്രീം, നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും മോയ്സ്ചറൈസർ ക്രീം ഇട്ട് കൊടുത്തേക്കണം. അപ്പോൾ കാലുകൾക്ക് ഭംഗി കൂട്ടാനായിട്ട് ഞാൻ ഒരു പച്ച നെയിൽ പോളിഷ് കിട്ടി. ആ പച്ച നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുന്നുണ്ട് നെയിലിൽ.
നെയിൽ ശരിക്കും പറഞ്ഞാൽ നെയിൽ പോളിഷ് ഇടേണ്ട കാര്യമൊന്നുമില്ല, അത്രയും നല്ല ഭംഗിയിലിരിക്കണം നമ്മുടെ ഇപ്പോൾ നെയിൽ. പിന്നെ കാലിന് ഇത്തിരി കൂടി ഭംഗി കൂട്ടാനായിട്ട് ഒരു കൊലുസ് ഇട്ട് കൊടുത്തു, അതുപോലെ തന്നെ ഒരു മിഞ്ചിയും ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതാണ് എൻ്റെ കാല് ഭംഗിയായിട്ടിരിക്കുന്നത് തോന്നുന്നു. എന്തായാലും പഴയ കാല് മാറി ഒരു പുതിയൊരു കാല്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ളൊരു കാല് എനിക്ക് കിട്ടി. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇറ്റ്സ് മീ ജൈന. ബൈ ബൈ.